കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച ചെയ്തത് എന്ത്? ഈ ചർച്ചകൾക്കിടെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഹാജരാകാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചതിനു രേഖ പുറത്തുവന്നു. വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിപ്പ് ഹൗസ് എന്ന് രേഖപ്പെടുത്തി 2023 അയച്ച സമൻസിന്റെ പകർപ്പ് മനോരമയാണ് പുറത്തുവിടുന്നത്. ഈ സമൻസ് ഇപ്പോഴും സജീവമാണ്. വേണമെങ്കിൽ ഈ കേസിൽ ഇനിയും കിരണിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയച്ച സമൻസിന്റെ ആധികാരികത സ്ഥിരീകരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വെബ്സൈറ്റിലുള്ള വിവരമെന്നും മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണത്തിനിടെ വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിലെ ക്രമക്കേട് കണ്ടെത്തിയ ED അതിന്റെ ഭാഗമായിട്ടാണ് സമൻസ് അയച്ചതെന്നാണ് വിവരം. അന്നത്തെ ED കൊച്ചി അസിസ്റ്റന്റ് ഡയറക്ടർ PK ആനന്ദാണ് സമൻസ് അയച്ചത്. 2023 ഫെബ്രുവരി 14 രാവിലെ 10:30 EDയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകാനായിരുന്നു സമൻസ്. എന്നാൽ വിവേക് ഹാജരായില്ല. അതേ ഓഫീസിൽ 3 ദിവസം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അന്നു രാത്രിയിലാണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിനെ ED അറസ്റ്റ് ചെയ്തത്. ഈയൊരു സാഹചര്യത്തിൽ സമൻസിനേറെ പ്രസക്തിയുണ്ട്. മുഖ്യമന്ത്രിയുടെ മകനെതിരെയും കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തിയെന്നതിന് തെളിവാണിത്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്ന ശിവശങ്കറിന്റെ അറസ്റ്റ് വരെ നീണ്ട ലൈഫ് മിഷൻ അന്വേഷണം ഒരു ഘട്ടത്തിൽ ക്ലിപ്പ് ഹൗസിലേക്കും മുഖ്യമന്ത്രിയുടെ മകനിലേക്കും വരെ എത്തിയതിന്റെ പുറത്തറിയാത്ത വിവരമാണ് സമൻസിലുള്ളത്. സമൻസിൽ ഹാജരാകാതിരുന്ന വിവേകിനെതിരെ EDയുടെ ഭാഗത്തുനിന്ന് പിന്നീട് എന്ത് നടപടിയുണ്ടായി എന്നത് പുറത്തു വന്നിട്ടില്ല. അബുദാബിയിൽ ജോലി ചെയ്യുന്ന വിവേകിന്റെ വിവരങ്ങൾ UAE അധികൃതരിൽ നിന്ന് ED തേടിയിരുന്നതായി സൂചനയുണ്ട്. അതിനുശേഷം എന്തു സംഭവിച്ചെന്ന് അറിവായിട്ടില്ലെന്ന് മനോരമ പറയുന്നു. KCZO 2023 769 എന്നാണ് വിവേകിനുള്ള സമൻസിന്റെ നമ്പർ. കൊച്ചി സോണൽ ഓഫീസ് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് KCZO. സമൻസിന്റെ ആധികാരികത സംബന്ധിച്ച് EDയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലെ സംവിധാനം ഉപയോഗിച്ച് പരിശോധിച്ചപ്പോൾ വിവേക് കിരണിനുള്ള സമൻസ് തന്നെയാണിതെന്ന് സ്ഥിരീകരണം കിട്ടി. വെബ്സൈറ്റിൽ വെരിഫൈ യുവർ സമൻസ് എന്ന വിഭാഗത്തിൽ വിവേകിന്റെ പേര് സഹിതം വിവരങ്ങൾ ചേർത്തിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ 50-ാം വകുപ്പിലെ 2, 3 ഉപവകുപ്പുകൾ പ്രകാരമാണ് വിവേകിന് സമൻസ് അയച്ചത്. രേഖകളും തെളിവുകളും ഹാജരാക്കുന്നതിന് വിളിച്ചു വരുത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്നതാണ് 2-ാം ഉപവകുപ്പ്. ഇതിനെ ജുഡീഷ്യൽ നടപടിക്രമത്തിന് തുല്യമായി കണക്കാക്കുന്നതാണ് 3-ാം ഉപവകുപ്പെന്ന് മനോരമ വിശദീകരിക്കുന്നുണ്ട്. സൺ ഓഫ് പിണറായി വിജയൻ വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിപ്പ് ഹൗസ് തിരുവനന്തപുരം എന്ന പേരിൽ അയച്ച സമൻസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ: കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ അന്വേഷിക്കുന്ന കേസിൽ വിവേക് കിരണിന്റെ സാന്നിധ്യം അനിവാര്യമാണെന്ന് ഞാൻ കരുതുന്നു. 2023 ഫെബ്രുവരി 14 രാവിലെ 10:30 എന്റെ ഓഫീസിൽ ഹാജരാകുക. ആധാർ, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലുമുള്ള സ്വത്തുക്കളുടെ വിവരങ്ങൾ എന്നിവയടക്കം ഹാജരാകുമ്പോൾ സമർപ്പിക്കേണ്ട രേഖകളുടെ പട്ടികയും സമൻസിനോടൊപ്പമുണ്ട്. ആനന്ദ് എന്ന ഉദ്യോഗസ്ഥനാണ് സമൻസ് അയച്ചത്. ഡെപ്യൂട്ടേഷനിൽ EDയിലെത്തിയ ഉദ്യോഗസ്ഥൻ ഇന്ന് EDയിലില്ല.